ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവൻ തന്നെയാണ് വലുത്. ജീവൻ പൊലിഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ എന്താണ് അനുശോചനം അറിയിച്ചിട്ടൊന്നും കാര്യമില്ലല്ലോ. അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ക്ലാസ്സിലിരിക്കുമ്പോൾ നമ്മുടെ ഡ്രസ്സിന്റെ അടിഭാഗത്ത് നനയണ രീതിയിൽ തന്നെ വെള്ളം കെട്ടി നിൽക്കുന്നുണ്ട്. മലപ്പുറം ഗവൺമെന്റ് കോളേജിലാണ് നമ്മളുള്ളത്. ഇവിടെ വിദ്യാർത്ഥികളുടെ ഒരു വലിയ പ്രതിഷേധം നടക്കുന്നു. ക്ലാസ് മുറികളിലേക്ക് വെള്ളം ഇറങ്ങുന്നുള്ളതാണ്. ക്ലാസ് മുറികൾക്ക് ചോർച്ച സംഭവിച്ചിരിക്കുന്നു. മാത്രമല്ല സീലിംഗ് ഒക്കെ അടർന്നു വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. കമ്പികളൊക്കെ പുറത്തു കാണുകയാണ്. ഈ വെള്ളം ഊർന്നിറങ്ങിയത് മൂലം വലിയ ഷോക്ക് ഏൽക്കുന്ന, അതായത് ഈ ക്ലാസ് മുറികളുടെ ചുമരുകളിൽ നിന്ന് വിദ്യാർത്ഥികൾക്ക് ഷോക്ക് ഏൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പലതവണ അധികൃതർ ഇക്കാര്യം അറിയിച്ചിട്ടും അതിനൊരു വേണ്ട വിധത്തിൽ നടപടിയില്ല. ഇപ്പം നമുക്കറിയാവുന്നതുപോലെ ശക്തമായ മഴ പെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ് ജില്ലയ്ക്കകത്തും പുറത്തും ഒക്കെ. അപ്പോൾ ഇത്തരത്തിൽ മഴ ശക്തമാകുമ്പോൾ ക്ലാസ് മുറികളിലേക്ക് വെള്ളം ഇറങ്ങുന്നത് വലിയ തരത്തിൽ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നു എന്നുള്ളതാണ് വിദ്യാർത്ഥികൾ പറയുന്നത്. ഇതിന്റെ ഭാഗമായാണ് ഇന്നിപ്പോൾ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ പഠിപ്പ് മുടക്കിക്കൊണ്ട് തന്നെ വലിയ തരത്തിലുള്ള പ്രതിഷേധമാണ് ഇവിടെ മലപ്പുറം ഗവൺമെന്റ് കോളേജിൽ നടത്തിയിട്ടുള്ളത്. ഇപ്പോൾ വിദ്യാർത്ഥികൾ തന്നെ നമ്മോടൊപ്പം ചേരുകയാണ്. ഈ മുഴുവൻ ക്ലാസ്സുകളിൽ ഈ ഒരു അവസ്ഥയുണ്ടോ? നമ്മുടെ ഈ ക്യാമ്പസ് എന്ന് പറയുമ്പോൾ 1972 കോളേജ് ഉണ്ടാകുന്നത്. അന്ന് ഇതിലേറെ ശോചനീയമായ വളരെ പഴക്കം ചെന്ന വേറൊരു ക്യാമ്പസ് കെട്ടിടത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. അന്ന് വർഷങ്ങൾക്ക് ശേഷം 1979 ശേഷം അന്നത്തെ വിദ്യാർത്ഥികൾ ഇതുപോലെ ശക്തമായ പ്രതിഷേധം, നിരാഹാര സമരങ്ങളൊക്കെ മലപ്പുറം കോട്ടപ്പടി ഭാഗത്ത് നടത്തിയതിന്റെ ഫലമായിട്ടാണ് അന്ന് കളക്ടറേറ്റ് ആയിട്ട് പ്രവർത്തിച്ചിരുന്ന ഈ ഒരു കെട്ടിടത്തിലേക്ക് ക്യാമ്പസ് ഷിഫ്റ്റ് ചെയ്യാനുണ്ടായത്. അതായത് 1980 കാലഘട്ടത്തിൽ. ഞാൻ പറഞ്ഞു വന്നത് ഒരുപാട് പഴക്കം ചെന്ന കെട്ടിടമാണ്. ഇതിൻ്റെ മുമ്പ് കോളേജ് ആയി പ്രവർത്തിക്കുന്നതിന് മുമ്പ് കളക്ടറേറ്റ് ആയിട്ട് പ്രവർത്തിച്ചിരുന്ന ഒരു കെട്ടിടമാണിത്. അപ്പോൾ ഇതിൻ്റെ മുൻവശം നാക്യൂസിറ്റുമായി മോടി പിടിപ്പിച്ച് പെയിൻ്റ് അടിച്ചിട്ടുണ്ടെങ്കിലും ബാക്കിൽ സയൻസ് ലാബ്, സയൻസ് ബ്ലോക്ക് ഉൾപ്പെടെയുള്ള മുകളിൽ തന്നെയുള്ള അത്യാവശ്യം ക്ലാസ്സുകളെല്ലാം വെള്ളത്തിലാണ്. വലിയ രീതിയിൽ ചോരുകയും ചുമര് വഴി വെള്ളം ഇറങ്ങുകയും നിലത്ത് വരെ വെള്ളം കെട്ടിക്കിടക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരെ എത്തിയിട്ടുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇതിൻ്റെ അകത്ത് നമ്മളൊരു പക്ഷേ എന്തെങ്കിലും ജീവൻ അപായം ഉണ്ടാവുകയോ അല്ലെങ്കിൽ ഒരു ഭാഗം പൊളിഞ്ഞു വീഴുകയോ ഒരു വിദ്യാർത്ഥിക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ ഒരു പക്ഷേ ശ്രദ്ധ നേടുകയും മറ്റു മാധ്യമ ശ്രദ്ധയും അധികാരികളുടെ ശ്രദ്ധയ്ക്ക് വരും. പക്ഷേ അതിൻ്റെ മുമ്പ് പ്രതിഷേധിക്കാൻ, ഈ പ്രശ്നം വരുന്നതിന് മുമ്പ് ഇടപെടാൻ ഒരാൾക്കും യഥാർത്ഥത്തിൽ എന്താ സംഭവിക്കുന്നതെന്ന് അറിയില്ല. കാരണം വർഷങ്ങളോളമായിട്ട് 2 വർഷങ്ങൾക്ക് മുമ്പ് PWDക്ക് കൊടുത്ത കോൺട്രാക്ട് പ്രകാരം മുകളിൽ ഈ ചോർച്ച തടയാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഷീറ്റിൻ്റെ പണി ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അതിന് കാല് ഡ്രില്ല് ചെയ്ത് വെച്ചതിൽ അത് മൂലം കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുകയാണ് ചെയ്തത്. കാരണം പണി തുടങ്ങി വെക്കുകയും ചെയ്തു. ആ കുഴിയിലൂടെ വെള്ളം ക്ലാസ്സിലേക്ക് കൂടുതലായിട്ട് ഇറങ്ങാനുണ്ടാവുന്നത്. അപ്പോൾ അതുമൂലം വിദ്യാർത്ഥികളെല്ലാവരും സയൻസ് ലാബ്, ഫിസിക്സ് ലാബ് എന്നൊക്കെ പറഞ്ഞാൽ കൂടുതൽ സമയവും ഇലക്ട്രിസിറ്റി നല്ല സർക്കുലേഷനുള്ള ഒരു ഏരിയയാണ്. അത്യാവശ്യം നല്ല ഇലക്ട്രോണിക്സ് ടൂൾസ് ഉള്ള ഏരിയയാണ് ഈ ഫിസിക്സ് ലാബിലൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ അകത്തൊക്കെ വലിയൊരു രീതിയിൽ വെള്ളം കെട്ടിക്കിടക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. വലിയൊരു അപകട സാധ്യത കൂടി വിദ്യാർത്ഥികൾ മുന്നിൽ കാണുന്നുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടായതിനു ശേഷം പ്രതികരിക്കുന്നതിന് മുൻപ് അതിലൊരു നടപടി വേണമെന്നുള്ളതാണ് വിദ്യാർത്ഥികൾ പറയുന്നത്. ഇപ്പം വെള്ളം നല്ല രീതിയിൽ ക്ലാസ്സിനകത്തേക്ക് വരുന്നുണ്ടല്ലേ? ശരിക്കും പറഞ്ഞാൽ നമ്മൾ ക്ലാസ്സിലിരിക്കുമ്പോൾ നമ്മുടെ ഡ്രസ്സിന്റെ അടിഭാഗത്ത് നനയണ രീതിയിൽ തന്നെ വെള്ളം കെട്ടി നിൽക്കുന്നുണ്ട്. ഫിസിക്സ് ലാബിലാണെങ്കിൽ പോലും ഈ പറഞ്ഞ പോലെ ലാബുകളിലും അതേപോലെ ഹിസ്റ്ററി ക്ലാസ് റൂമിൽ, പിന്നെ അങ്ങനെ പല ക്ലാസ് റൂമിലും അവസ്ഥ തന്നെയാണ്. നമ്മള് വിദ്യാർത്ഥികൾ ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവൻ തന്നെയാണ് വലുത്. ജീവൻ പൊലിഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ എന്താണ് അനുശോചനം അറിയിച്ചിട്ടൊന്നും കാര്യമില്ലല്ലോ. അപ്പൊ നമുക്ക് ഇമ്പോർട്ടന്റ് നമ്മുടെ ലൈഫ് തന്നെയാണ്. അപ്പോൾ അത് നമ്മൾ പ്രൊട്ടക്ട് ചെയ്യണ വരെ നമ്മൾ ഇതേ സ്റ്റാൻഡിൽ തന്നെ നിൽക്കും. അതായത് ഈ ചുമരിൽ നിന്ന് ഷോക്ക് അടിക്കുന്ന വിദ്യാർത്ഥികൾ പറയുന്നു. ചുമരിൽ ഈ സ്വാഭാവികമായിട്ട് ഈ ചുമര് കൂടെ വെള്ളം ഇറങ്ങുമ്പോൾ അത് കൂടെ ഓടുന്ന ഇലക്ട്രിക്കൽ വയറുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല, സ്വിച്ചും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ മുന്നേ തന്നെ ഇവിടെ പല ക്ലാസ് റൂമുകൾ ഈ മഴക്കാലത്ത് അല്ലാതെ തന്നെ ഷോക്ക് അടിക്കുന്ന പ്രശ്നം ഉണ്ടായിരുന്നു. പിന്നെ അത് നമ്മൾ ഈ പറഞ്ഞ പോലെ കുറെ ആൾക്കാർക്ക് നിവേദനം കൊടുത്ത് കാര്യമില്ലാത്ത പോലെയാണ് ഇപ്പോൾ നിൽക്കുന്നത്. പക്ഷെ നമുക്ക് എന്തായാലും ഇതിൽ ഒരു ആൻസർ കിട്ടിയേ പറ്റുള്ളൂ. കാരണം നമ്മുടെ കൂടെ നമ്മുടെ ഫ്രണ്ട്സ്, നമ്മുടെ ജീവനാണ് നമുക്ക് വലുത്. തീർച്ചയായിട്ടും. അപ്പോൾ പരാതി പലതവണ അധികൃതർ ഇതുമായി ബന്ധപ്പെട്ട അവരെ പരാതി അറിയിച്ചിട്ടും പക്ഷേ വേണ്ട വിധത്തിലുള്ള നടപടി ഉണ്ടായില്ല എന്നുള്ളതാണ് പറയുന്നത്. ഇപ്പം പ്രതിഷേധം ശക്തമാക്കാനാണ് തീരുമാനം. അതെ, ഞങ്ങൾ ഇനിയിപ്പോൾ കളക്ടറേറ്റിക്കും അതേപോലെ PWD ഓഫീസിക്കും ഇതിന് മുമ്പ് കൊടുത്ത അപേക്ഷകളടക്കം ഞങ്ങൾ ചെല്ലും. അപ്പോൾ അവിടുന്ന് വേണ്ട വിധത്തിലുള്ള തീരുമാനങ്ങളൊന്നും ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ ഇതിനേക്കാൾ ശക്തമായിട്ടുള്ള പ്രതിഷേധമായി മുന്നോട്ട് പോകുന്നതന്നെയാണ് നിലപാട്. അപ്പോൾ ഇതിൽ മാധ്യമ ശ്രദ്ധയും അതേപോലെ അധികാരികളിലേക്കും ഈ ശ്രദ്ധ എത്തണം എന്നുള്ള ഒരു ആഗ്രഹത്തോടു കൂടിയും അതിൻ്റെ ഒരു എന്താ പറയുക ആ ഒരു റിസൾട്ട് ഇതിന് ഞങ്ങൾക്ക് കിട്ടണം. അതായത് കുട്ടികളുടെ ജീവൻ വെച്ചിട്ടുള്ള കളി നടക്കൂല ഇനി. അതുകൊണ്ട് ഇനി പ്രതിഷേധം കോളേജിന് പുറത്തേക്ക്. അതെ, ഇനി കളക്ടറേറ്റിലും തുടർന്ന് ഞങ്ങൾ കളക്ടറേറ്റിൽ അന്വേഷിച്ചപ്പോൾ PWDയുടെ എഞ്ചിനീയറാണ് ഇത് റദ്ദ് ചെയ്ത് വെക്കുന്നത്. എന്താ സംഭവം ഞങ്ങൾക്കറിയില്ല. കോളേജിലെ പ്രിൻസിപ്പൾ അടക്കം അവിടെ പോയി പല നിവേദനം ഇന്നലെ അടക്കം പ്രിൻസിപ്പൾ പോയി പറഞ്ഞതാണ്. പക്ഷേ അവിടെ നിന്ന് പറഞ്ഞത് എഞ്ചിനീയറുടെ ഭാഗത്തു നിന്നുള്ള ഒരു ഡിലേ ആണെന്നാണ്. ഞങ്ങൾ കളക്ടറേറ്റ് ആദ്യം മാർച്ച് നടത്തും. അതും നിലനിന്നുണ്ടെങ്കിൽ നേരെ PWD ഓഫീസിൽ പോകും. അപ്പോൾ ശക്തമായ പ്രതിഷേധം എന്തായാലും കോളേജിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവും.
തീർച്ചയായിട്ടും അത് തന്നെയാണ് വിദ്യാർത്ഥികൾ പറയുന്നത്. അതായത് ഏതെങ്കിലും വലിയ ദുരന്തം ഉണ്ടായതിനു ശേഷം വിലപിച്ചിട്ട് കാര്യമില്ല, അതിന് മുൻപ് അതിൽ ഒരു നടപടി വേണം. അതിന് ഭാഗമായുള്ള പ്രതിഷേധങ്ങൾ ഇനിയും തുടരും. ഇവിടെ മാത്രമല്ല, കോളേജിന് പുറത്തേക്ക് കളക്ടറേറ്റുകൾക്ക് ഉൾപ്പെടെ PWD ഓഫീസിലേക്ക് ഉൾപ്പെടെ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്ന് തന്നെയാണ് പറയുന്നത്. കാരണം പലതവണ ഇതുമായി ബന്ധപ്പെട്ട അധികൃതരെ അറിയിക്കേണ്ടവരെല്ലാം തന്നെ അവരെ അറിയിച്ചതാണ് വിഷയം. പക്ഷേ അതിനകത്തൊരു കൃത്യമായ നടപടി ഉണ്ടായില്ല എന്നുള്ളതാണ് വിദ്യാർത്ഥികൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇനിയും പ്രതിഷേധം ശക്തമാക്കാൻ ഒരുങ്ങുകയാണ് വിദ്യാർത്ഥികൾ. ജംഷീർ കൊടിഞ്ഞി, മീഡിയ 1, മലപ്പുറം.